എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. നിഫ്റ്റി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ പറയുന്നതാണ് 24,951 പറഞ്ഞ ഇന്നലത്തെ ന്യൂട്രൽ ഡേയുടെ VWAP നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്നും അതിന് മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 25,011 വരെയും അതിന് മുകളിൽ 25,075 വരെ പോകുന്നു പറഞ്ഞു. അതിന് മുകളിലേക്ക് വേറെ ഹൈ പറഞ്ഞു. ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യം അറിയാൻ പറ്റും. മാർക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്തു, 24,860 ഭാഗത്ത് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് കയറി 24,950 വന്നു. ആ 951 മുകളിൽ 24,011 വരെ വന്നു. തിരിച്ച് വീണ്ടും 24,950 വന്നു. വീണ്ടും 25,011 വന്നു. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി താഴേക്ക് ഇറങ്ങി 24,951 ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടെങ്കിൽ കൂടി നിഫ്റ്റിയിൽ അടിപൊളി 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഈ ലെവൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് കിട്ടും. നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ട്രേഡ്. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി എന്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് നമ്മൾ 51,350 ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ഞാൻ പറഞ്ഞു 51,530 മുകളിൽ പോയി കഴിഞ്ഞാൽ 51,754 അതിന് മുകളിൽ പോയാൽ 51,880 വരുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് 51,530 വന്നു. അതിനുശേഷം 750 880 വന്നു. തിരിച്ച് പിന്നെ താഴേക്ക് ഇറങ്ങി 530 താഴെ തന്നെ വന്നു തിരിച്ച് ക്ലോസ് ചെയ്തു. ഇന്നലത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ക്യാൻഡിൽ വന്ന് അടിച്ചിറങ്ങിയ പോലെ ഇവിടെ ഒരു ഒറ്റ സിംഗിൾ ക്യാൻഡിൽ മാർക്കറ്റ് അടിച്ചിറങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം വോളിയം കുറവായ ഓപ്പൺ ഓപ്ഷൻ സംഭവിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സ്പൈക്ക് ഡൗണും സ്പൈക്ക് അപ്പൊക്കെ നടക്കുന്നത് ഈ ലോക്കൽസിൻ്റെ പ്ലേ, നമ്മൾ പറയും ലോക്കൽസിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ലിങ്ക് ഓർഡർ ഫ്ലോ പറയുന്നത് ലോക്കൽസിൻ്റെ പ്ലേ കൊണ്ടാണ്. ആ പ്ലേ കൊണ്ടാണ് ഇതുപോലെ സ്പൈക്ക് ഹൈയും സ്പൈക്ക് ലോയും ഒക്കെ ഉണ്ടായി വളരെ ഒരു സ്പൈക്കായിട്ട് മൂവ് വന്നു, സ്പൈക്ക് താഴേക്ക് അടിച്ച് ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ സ്ട്രക്ചർ വൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. നിഫ്റ്റിക്ക് IB എക്സിഷൻ തരികയും നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് തന്ന് അവൻ ഏകദേശം പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ പ്രീവിയസ് ഡേയുടെ POC ആയ 24,930 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ VWAP ഇന്നത്തെ POC 24,978 കിടപ്പുള്ളത്. സോ നമുക്ക് ഇനി നോക്കേണ്ടത് 24,979 മുകളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 25,059 25,059 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 25,093 25,093 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 25,168 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴേക്ക് വരാണെങ്കിൽ അടുത്തെന്താണ്, താഴോട്ട് വരികയാണെങ്കിൽ 23,930 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,860 24,860 താഴെ ഞാൻ പറഞ്ഞ പഴയ സപ്പോർട്ടായ 24,800 അതിന് താഴെ 735 അതിന് താഴെ 701 എന്ന രീതിയിലേക്കുള്ള വരാൻ പറ്റും. സപ്പോർട്ടിനൊരു മാറ്റമില്ല, റെസിസ്റ്റൻസിന് മാത്രമേ കുറച്ച് മാറ്റങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ നിഫ്റ്റിയിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ടാർഗറ്റിനകത്ത് നിഫ്റ്റിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കൊന്ന് മാറ്റാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ POC നമുക്കൊന്ന് മാറ്റാം. 24,979 24,979 ഞാൻ മാറ്റുകയാണ്. 979 ആ ലെവലിലേക്ക് ഞാൻ POC ഒന്ന് മാറ്റുകയാണ്. POCയുടെ കളർ ഞാൻ എന്ത് കൊടുത്തു, മാഗ്നീറ്റ കളർ കൊടുത്തു. ഇനി റെസിസ്റ്റൻസ് 25,056 അതാണ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ അടുത്ത എന്താണ് 25,100 അതിന് മുകളിൽ 25,168 25,168. അപ്പോൾ ഇതാണ് മുകളിലേക്കുള്ള 3 റെസിസ്റ്റൻസ്. ഇനി താഴേക്കാണെങ്കിൽ 24,930 ചെറിയൊരു സപ്പോർട്ടുണ്ട്. 24,930 ചെറിയൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പച്ച കളർ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സപ്പോർട്ട് 860, അതിന് താഴെ അടുത്ത് വരുമ്പോൾ 801, അതിന് താഴെ 731, അതിന് താഴെ 24,701 എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പ്രകാരം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ പോലെയായിരുന്നു. ലാർജർ IB ഉണ്ടെങ്കിൽ കൂടെ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ നമ്മൾ IB എക്സ്റ്റൻഷൻ വന്നതിന് ശേഷം മുകളിൽ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് തന്നു. അവ ഏകദേശം പറഞ്ഞാൽ 52,000 അടുപ്പിച്ച് വരെ പോയി തിരിച്ച് ചടയിൽ നിന്ന് ഇറങ്ങി വന്നു.
അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ POCയും VWAPും ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,625 651,625 ഭാഗത്താണ് ഈ POCയും VWAPും നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഫ്രഷ് ഡിമാൻഡ് വരുന്നത് ഈ 51,625 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ 51,770 770 മുകളിൽ 51,958 51,958 മുകളിൽ പഴയ പോലെ 52,070 52,070 മുകളിൽ 52,209 ഞാൻ പറഞ്ഞ ലെവലിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴേക്കുള്ള സപ്പോർട്ട് നമുക്കിപ്പോൾ ആദ്യം ബാങ്ക് നിഫ്റ്റിക്ക് ആ മുകളിലുള്ള സപ്പോർട്ട് നമുക്കൊന്ന് മാറ്റി വരച്ച് വയ്ക്കാം. നമുക്ക് കുറച്ചുകൂടെ അറിയാൻ വേണ്ടി നമുക്ക് വരയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ താഴെയുള്ള സപ്പോർട്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ POCയും VWAP എത്രയാണ്? 51,625 51,625 നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ഞാൻ വരച്ചു, അതിന് കളർ ഞാൻ കൊടുത്തു. ഇനി അതിന് മുകളിൽ നിൽക്കുമ്പോൾ 780 51,780. സോ 780 മുകളിൽ അടുത്ത എന്താണ്? അടുത്ത 51,958. അതിന് മുകളിൽ 52,070. എത്രയാണ്? 52,070. അതിന് മുകളിൽ 52,209. 52,209. ഓക്കെ, ഇതാണ് നമുക്ക് മുകളിലേക്കുള്ള ഒരു സപ്പോർട്ട് രീതിയാണ്. ഇനി നമുക്ക് താഴേക്കെന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ പ്രകാരം 51,300 നമ്മളൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് 50,470 നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ട് എന്ന് പറയുമ്പം 51,360 ഒരു സപ്പോർട്ടാണ്. 51,360ക്ക് താഴെ 51,235 സപ്പോർട്ടാണ്. 335 ഞാൻ പറഞ്ഞ 51,123 അതിന് താഴെ 51,034 അതിന് താഴെ 50,900 എന്ന് പറഞ്ഞ സപ്പോർട്ട്. അപ്പം സപ്പോർട്ടിന് വേറെ മാറ്റമൊന്നുമില്ല, ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. താഴത്തെ ഫസ്റ്റ് സപ്പോർട്ട് 360 ആണ്. അത്രയാണ് നമ്മൾ 51,360 നമുക്കൊരു സപ്പോർട്ട് ഫസ്റ്റ് വരുന്നത് ഇപ്പോഴത്തെ ക്ലോസിങ് വെച്ച്. അതിന് താഴെ അടുത്ത എന്താണ്? 51,360. അതിന് താഴെ 51,123. അതിന് താഴെ 51,046 51,046. അടുത്തത് 51,900 50,900. ഓക്കെ, ഈ രീതിക്കായിരിക്കും മാർക്കറ്റ് നാളെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റ് ഈ രീതിക്ക് കിടന്ന് കളിക്കുന്നത് കൊണ്ട് ഒരു റേഞ്ചാണ്. വ്യക്തമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മൂവ് ഇനി വരാനുണ്ടെങ്കിൽ ഒന്നുകിൽ FOMCൻ്റെ മീറ്റിൽ അടിപൊളി ഒരു നല്ലൊരു രീതിയിലൊരു ഇൻട്രസ്റ്റഡ് ഡിസിഷൻ വരണം. ഇന്നും നാളെയും അമേരിക്കൻ മാർക്കറ്റിലെ FOMC മീറ്റ് ഉണ്ട്. അപ്പോൾ നാളെ രാത്രിയാണ് നമ്മുടെ FOMC മീറ്റിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്കം നാളെയാണ് വരുന്നത്. അതനുസരിച്ച് മാർക്കറ്റ് വേണമെങ്കിൽ മറ്റന്നാൾ നല്ലൊരു മൂവ്മെൻറ്റ് തരാം. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ന്യൂട്രൽ ഡേ ആണ് ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാലൻസിങ് തന്നു, പഴയ റേഞ്ചിൻ്റെ അകത്ത് തന്നെ നിന്ന് ബാലൻസിങ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉടനടി FOMC മീറ്റ് പ്രകാരമുള്ള ഒരു മൂവ്മെൻറ്റ് നല്ലത് വരികയാണെങ്കിൽ ഒരു ട്രെൻഡ് ഡേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ദിവസത്തിലേക്ക് നമുക്ക് വളരെ അടുത്തൊന്നുമില്ല, വളരെ ദൂരെയൊന്നും അല്ലെന്ന് പറയാം, വേഗം വളരെ അടുത്താണെന്ന് പറയാം. നമുക്ക് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ദിവസങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ പുതിയ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള പഠന വീഡിയോസിൽ വരുന്നതുകൊണ്ടാണ് ഈ ആഴ്ചകളിലൊക്കെ പുതിയ അടുത്ത വീഡിയോ സീരീസിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.